ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ് എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ പറയുന്നത് സൂര്യൻ, ചൂട്, ലൈറ്റ്, അങ്ങനത്തെ വെട്ടം, വെളിച്ചം, അത് സൂര്യൻ്റേതായ പ്രത്യേകതകൾ, അതുപോലെ തന്നെ ചൂട്, ഇതുകൊണ്ടൊക്കെ ഭൂമിയിലുണ്ടാകുന്ന മാറ്റം, അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതുകൊണ്ട് ഭൂമിക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഭൂമിയുടെ നിലനിൽപ്പിന് ഉള്ള പങ്ക്, അല്ലെങ്കിൽ സൂര്യൻ വഹിക്കുന്ന ഒരു റോൾ എന്താണ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ത്യയുടെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ, അതിൽ ആദ്യം ഒരു മാപ്പുണ്ട്, രണ്ടാമത് വേറൊരു മാപ്പുണ്ട്. ആദ്യത്തെ മാപ്പ് 1 ഡിസംബർ 2015ലെയും രണ്ടാമത്തെ മാപ്പ് 1 ജൂൺ 2015ലെയും. അപ്പോൾ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യത്തെ ഫിഗർ നോക്കുക, ഡിസംബർ 1 ആദ്യത്തെ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം പല സ്ഥലങ്ങളിലെയും ചൂട് എന്താണ്, പലതാണ്. ഒരേ ദിവസം പല സ്ഥലങ്ങളിൽ വ്യത്യസ്ത താപനിലയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ ജൂൺ 1 ആദ്യത്തെ നോക്കിക്കേ, അവിടെയും എന്താണ്, പല സ്ഥലങ്ങളിൽ ഒരേ ദിവസം വ്യത്യസ്ത താപനിലയാണ് ഉണ്ടാവുന്നത്. ഇനി ഈ രണ്ട് മാപ്പൂടെ നോക്കിക്കേ, പല ദിവസങ്ങളിലായിട്ടുള്ള രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ ഈ ഒരേ സ്ഥലങ്ങളിൽ തന്നെ എന്താണ്, പല താപനില. ഇപ്പോൾ കേരളം എടുത്താൽ ഡിസംബർ 1 തീയതി 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ജൂൺ 1 തീയതി 33 ഡിഗ്രി സെൽഷ്യസാണ്. മനസ്സിലായോ? അതായത് ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പം ജമ്മു കാശ്മീർ എന്നുള്ളത് എടുത്താൽ ഡിസംബർ 1 തീയതി 18 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ജൂൺ 1 തീയതി 25 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില. അപ്പം ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിലും പലതായിരിക്കും താപനില. ഇനി രണ്ട് വ്യത്യസ്ത ദിവസങ്ങളെടുത്താൽ ഒരേ സ്ഥലത്ത് തന്നെ പല താപനില ഉണ്ടാകുന്നു. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അതായത് താപനില എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരുപോലെയല്ല, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് പല ദിവസം എടുത്താലും ഒരേപോലെയല്ല, ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം സൺ ഈസ് എ സോൾ സോഴ്സ് ഓഫ് എനർജി ഫോർ എർത്ത്. അതായത് സൂര്യനാണ് എല്ലാ തരം ഊർജത്തിൻ്റെയും ഉറവിടം. ഭൂമിയുടെ എല്ലാ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ആൻഡ് ദിസ് ഈസ് കോൾഡ് എസ് ഇൻസൊലേഷൻ. അതായത് ചെറിയ വേവുകളിലായിട്ടാണ്, ചെറിയ വേവ് ഫോമിൽ, ഷോർട്ട് വേവ് ഫോമിലാണ് സൂര്യൻ്റെ എനർജി, സോളാർ എനർജി നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. Earth's surface facing the sun gets heated by this flow of energy which begins with sunrise and lasts till sunset. ഈ ചെറിയ വേവുകളായി ഭൂമിയിലേക്ക് സോളാർ എനർജി വരുന്നതിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭൂമിയുടെ പ്രതലത്തിൽ, അല്ലെങ്കിൽ ഭൂമിയുടെ സർഫേസിലാണ് ഈ ചൂട് വന്ന് പതിക്കുന്നത്. ഈ ചൂടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള സൂര്യനിൽ നിന്നുള്ള സോളാർ എനർജി എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദി ഹീറ്റ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദി അറ്റ്മോസ്ഫിയർ ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ത്രൂ വേരിയസ് പ്രോസസ്സസ്. അതായത് ഈ ഭൂമിയുടെ സർഫസിലേക്ക് നമ്മൾ സൂര്യനിൽ നിന്ന് സോളാർ എനർജി അല്ലെങ്കിൽ ഹീറ്റ് വരുമെന്ന് പറഞ്ഞു. ഈ ഹീറ്റ് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഹീറ്റ് സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലങ്ങളിലെ ഭൂമിയുടെ സർഫസിൽ ഇങ്ങനെ വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂടെല്ലാം ഇങ്ങനെ ഭൂമിയുടെ തലത്തിൽ പതിച്ചുകൊണ്ട് മാത്രം ഇടുന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിപ്പോകും. അപ്പം ഈ ചൂട് ഈ ഒരു സർഫസിൽ തന്നെ നിൽക്കാതെ ചില പ്രോസസ്സുകൾ വഴിയൊക്കെ എന്താകും, അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ആയി പോകും. അപ്പോൾ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന പ്രോസസ്സാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോകുന്ന പ്രധാനപ്പെട്ട 4 പ്രോസസ്സുകളുണ്ട്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ ഹോട്ട് സർഫസ് ഓഫ് ദി എർത്ത്. അതായത് ഈ ചൂട് വന്നടിക്കത്തില്ലേ, ചൂട് വന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന, അതിനോട് ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നു. അതായത് ഏറ്റവും ഭൂമിയുടെ പ്രതലത്തിലോട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ചൂട് ട്രാൻസ്ഫർ ആവുന്നതാണ് കണ്ടക്ഷൻ. അപ്പം നമ്മൾ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് ചൂട് വന്നു, ആ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഭൂമിയുടെ ചൂടായ സർഫസിലേക്ക് അടുത്ത് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് ഈ ചൂട് ട്രാൻസ്ഫർ ആവുന്നു. അത് കണ്ടക്ഷൻ. അടുത്തത് കൺവെക്ഷൻ എന്ന് വെച്ചാൽ ഈ ചൂടായ വായു നമ്മൾ സർഫസിൽ നിന്ന് ഏറ്റവും മുട്ടിക്കിടക്കുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് എത്തി, അവിടെ വെച്ച് ഈ ചൂടായ വായു ഏറെ എക്സ്പാൻഡ് ചെയ്ത് റൈസ് ചെയ്യും.
അങ്ങനെ റൈസ് ചെയ്ത ശേഷം ഇത് കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പം പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ ഇങ്ങനെ റൈസപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ കൺവെക്ഷൻ എന്നും കാറ്റടിച്ച് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ അഡ്വെക്ഷൻ എന്നും പറയും. അപ്പോൾ ഇത് കാറ്റടിച്ച് ഒരുപാട് മുകളിലേക്കോ താഴേക്കോ ഒന്നും അല്ല പോകുന്നത്, ഹൊറിസോണ്ടലായിട്ടാണ്. അതായത് ആ ഒരു തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ഭൂമിയുടെ പ്രതലത്തിനോട് അടുത്ത് കിടക്കുന്ന അന്തരീക്ഷത്തിൽ മാത്രം ഹൊറിസോണ്ടലായിട്ട് ഇത് ട്രാവൽ ചെയ്യും, മൂവ് ചെയ്യും. അതാണ് അഡ്വെക്ഷൻ. അതിനുശേഷമുള്ള ലാസ്റ്റ് പ്രോസസ്സാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതായത് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിൽ സൂര്യൻ്റെ ചൂടടിച്ച സർഫസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് വന്ന ചൂട് എന്ത് ചെയ്യുന്നു, വലിയ വേവ്സായിട്ട്, ലോങ് വേവ്സായിട്ട് ഔട്ടർ സ്പേസിലേക്ക്, ഉപരിതലത്തിലേക്ക്, അതായത് അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് വലിയ ലോങ് വേവ്സായിട്ട് ഉയർന്ന് പൊങ്ങുന്നു. ഇങ്ങനെ 4 പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഇപ്പോൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. കണ്ടക്ഷനും കൺവെക്ഷനും അഡ്വെക്ഷനും ഏറ്റവും അറ്റ്മോസ്ഫിയറിൽ, എർത്തിനോട് അടുത്തിരിക്കുന്ന അറ്റ്മോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ദ റേഡിയേഷൻ ഓഫ് എനർജി ഫ്രം ദ സർഫേസ് ഓഫ് ദി എർത്ത് ബാക്ക് ടു ദി ഔട്ടർ സ്പേസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ഈസ് കോൾഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതായത് ഈ ഒരു ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന ചൂടിനെ തിരിച്ച് പോകുന്ന ഔട്ടർ സർഫസിലേക്ക്, അല്ലെങ്കിൽ ഔട്ടർ സ്പേസിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്, ലോങ് വേവ്സ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇനി പറയാനുള്ളത്, നമുക്കറിയാം ടെറസ്ട്രിയൽ സം ഗ്യാസസ് പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ക്യാൻ അബ്സോർബ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഈ പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ, അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ചില ഗ്യാസസ് ആണ് ഈ ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷം ചൂടാവുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ടെറസ്ട്രിയൽ റേഡിയേഷനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രോസസ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് സൂര്യനിൽ നിന്ന് വരുന്നു, സൂര്യനെ ഫേസ് ചെയ്തിരുന്ന ഭൂമിയിലെ ഭാഗത്തേക്ക് പതിക്കുന്നു. അവിടെയുള്ള ആ ഒരു ഭാഗത്തിന് അടുത്ത് കിടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ചൂട് പൊന്തി പോകുന്നതിനെ കണ്ടക്ഷൻ എന്നും, അവിടെ നിന്ന് ആ ചൂട് വികസിച്ച് പൊന്തുന്നതിനെ കൺവെക്ഷൻ എന്നും, അത് പൊന്തി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്ന അതേ പ്രതലത്തിലെ അതേ ഒരു അന്തരീക്ഷ ഭാഗത്ത് തന്നെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നതിനെ അഡ്വെക്ഷൻ എന്നും, അവിടുന്ന് ഇത് ലോങ് വേവ്സ് ആയിട്ട് ഉയർന്ന് പൊന്തി ഔട്ടർ സ്പേസിലേക്ക് പോകുന്നതിനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നും പറയുന്നു. ടെറസ്ട്രിയൽ റേഡിയേഷൻ അന്തരീക്ഷത്തിലുള്ള ചില ഗ്യാസസ് അബ്സോർബ് ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് കൊണ്ടാണ്, ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ കൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഒരുപാട് ചൂടുണ്ടാകുന്നത്. കാരണം ഈ ചൂടിനെ ഗ്യാസസ് അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാസസ് എന്തായി, ഹീറ്റിൻ്റെ കണ്ടൻറ്റായി. അപ്പം അന്തരീക്ഷം അങ്ങനെ ചൂടാവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹീറ്റ് ബഡ്ജറ്റ്. നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയത്തില്ലേ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നോക്കിയിട്ടില്ലേ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ളൊരു ബാലൻസ്, ആ ബാലൻസിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദി ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കോൾഡ് ഹീറ്റ് ബഡ്ജറ്റ്. ഇൻസുലേഷൻ എന്തെന്നാണ് പറഞ്ഞത്, സൂര്യനിൽ നിന്ന് സോളാർ എനർജി ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് ഇൻസുലേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണ്, ഇത് ഷോർട്ട് വേവായി പതിക്കുന്നത് ഇൻസുലേഷനും, ലോങ് വേവ്സ് ആയിട്ട് തിരിച്ചു പോകുന്ന ഔട്ടർ സ്പേസിലേക്ക് പോകുന്ന പ്രക്രിയ ടെറസ്ട്രിയൽ റേഡിയേഷനും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു ബാലൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഹീറ്റ് ബഡ്ജറ്റ്. നമുക്കൊരു പടം കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ സംഭവിക്കുന്നു, ഫിഗർ 1.3 പറയുന്നു. അതെന്ത് ചെയ്യുന്നു, 51%, അത് വരുന്ന വഴിക്കൊരു 35% അറ്റ്മോസ്ഫിയറിലെ എന്തിലൊക്കെയോ തട്ടിയൊക്കെ ഇതങ്ങ് തിരിച്ച് 35% പോകുന്നു. ഒരു അബ്സോർബ് ബൈ ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് ഒരു 14% ക്ലൗഡ്, അതായത് മേഘങ്ങളും പൊടിപടലങ്ങളും ഒക്കെ ഒരു 14% അബ്സോർബ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഇത്രയും 35, 45, 49%. ബാക്കി 51% ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിലേക്ക് വന്ന ഈ 51% എന്താണ്, ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി പൊങ്ങിപ്പോകുന്നു. മേഘങ്ങളും പൊടിപടലങ്ങളും തിരിച്ചു പോകുന്ന 34% എന്താണ്, ഈ സൂര്യൻ്റെ എനർജിയെ വീണ്ടും പിടിച്ചെടുക്കും. അതിനുശേഷം ബാക്കി വരുന്ന 17% ഔട്ടർ സ്പേസിലേക്ക് പോകുന്നത്. അപ്പം ഈ പ്രോസസ്സ് ഒന്നുകൂടെ പറയാം. ഇൻസുലേഷൻ സംഭവിക്കുന്നു, ഇപ്പം മൊത്തത്തിൽ കുറച്ച് സോളാർ എനർജി ഭൂമിയിലേക്ക് വരുന്നു. അതിൻ്റെ 35% അറ്റ്മോസ്ഫിയർ തന്നെ, അതായത് അന്തരീക്ഷത്തെ തട്ടി തിരിച്ചു പോകുന്നു. അതിൽ 14% നമ്മുടെ മേഘങ്ങളും പൊടിപടലങ്ങളും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. ബാക്കിയുള്ള 51% ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നത്. ഈ 51%-ൽ 34%, ഈ 51% തിരിച്ച് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് പോകും. എവിടേക്കാണ്, നമ്മുടെ ഔട്ടർ സ്പേസിലേക്ക് പോകും. പക്ഷെ പോകുന്ന വഴിക്ക് മേഘങ്ങളും പൊടിപടലങ്ങളും 34%-നെ പിടിച്ചെടുക്കും. ബാക്കി വരുന്ന 17% മാത്രമേ
എവിടെ എത്തുന്നുള്ളൂ? ഔട്ടർ സ്പേസിലേക്ക് എത്തുന്നുള്ളൂ. ഇനി ഇവിടെ അതുപോലെ ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ഈ ടേബിളിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. 100 യൂണിറ്റ് എന്താണ് സർഫസിലേക്ക് 100 യൂണിറ്റ് ഇൻസുലേഷൻ സംഭവിക്കും. 100 യൂണിറ്റ്സ് ഓഫ് സോളാർ എനർജി നമുക്ക് വരുന്നു. അതിൽ 35 യൂണിറ്റ് എന്താണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവാണ്. ബാക്കി 65 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എമൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് എർത്ത് സർഫസിലും അറ്റ്മോസ്ഫിയറിൽ തട്ടി 35% തിരിച്ചു പോവുകയാണ്. മനസ്സിലായോ? അതിനുശേഷം എനർജി റീച്ചിങ് ദി എർത്തിൻ്റെ സർഫസിലേക്ക് 51% വരുന്നു. ഈ വരുന്ന വഴിക്ക് ഒരു 14% അറ്റ്മോസ്ഫിയർ പിടിച്ചു വെക്കുന്നുണ്ട്. അത് നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും മേഘങ്ങളും എല്ലാം കൂടെ ചേർത്ത് പിടിച്ചു വെക്കും. അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര എർത്തിന് കിട്ടുന്നുള്ളൂ? ശരിക്കും പറഞ്ഞാൽ 65% കിട്ടുന്നുള്ളൂ. 35 യൂണിറ്റ്സ് അങ്ങ് നേരത്തെ തട്ടി അങ്ങ് പോവുകയാണ്. ബാക്കി വരുന്നത് 65ആണ്. 65-ൽ 51 യൂണിറ്റ് എർത്തിൻ്റെ സർഫസിലും 14 യൂണിറ്റ് അറ്റ്മോസ്ഫിയറിൽ നിൽക്കുക, മേഘങ്ങളിലും പൊടിപടലങ്ങളുമായിട്ട്. ഇനി ഈ 65 യൂണിറ്റ് എന്താണ്? തിരിച്ചു പോകണം. 65 യൂണിറ്റ് തിരിച്ച് ടെറസ്ട്രിയൽ റേഡിയേഷനായിട്ട് ഡയറക്റ്റ്ലി 17% പോകുന്നു. ബാക്കി 65 യൂണിറ്റ് 48 യൂണിറ്റ്സ് റേഡിയേഷൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിലെ ഈ ഒരു ക്ലൗഡ്സും അറ്റ്മോസ്ഫിയറും ഒക്കെ പിടിച്ചു വയ്ക്കുന്നു. അത് ക്ലൗഡ്സും ഡസ്റ്റിനും ഒക്കെ പിടിച്ചു വയ്ക്കുകയാണ്. ഈ 48 കിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 14-നെയും പിടിച്ചു വെച്ചു, അങ്ങോട്ട് പോകുമ്പോൾ ഒരു 34-നെയും ഈ ക്ലൗഡ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസും കൂടെ പിടിച്ചു വെക്കും. അതിൻ്റെ ടോട്ടലായിട്ടാണ് 48 യൂണിറ്റ്സ് എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ബാലൻസിങ് പ്രോസസ് ഈസ് ടേംഡ് ആസ് ഹീറ്റ് ബഡ്ജറ്റ്. ദ സർഫസ് ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഈസ് കെപ്റ്റ് ബാലൻസ്ഡ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചറിനെ ചൂടിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പഠിക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിങ്ങൾ അത്രയാണ് പഠിക്കേണ്ടത്. അതുകൂടാതെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം, 100 യൂണിറ്റ് സോളാർ എനർജി വന്നാൽ അതിൽ 35 എണ്ണവും 35 യൂണിറ്റും അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ബാക്കി 65 യൂണിറ്റ് വരുന്നുള്ളൂ. അതിലെ 14% അബ്സോർബ് ചെയ്യുന്നു, ഡസ്റ്റ് പാർട്ടിക്കിൾസും ക്ലൗഡ്സും. ബാക്കിയുള്ള 51 കിട്ടുന്നുള്ളൂ ഭൂമിയുടെ സർഫസിലേക്ക്. അത് ടെറസ്ട്രിയൽ റേഡിയേഷനായിട്ട് സംഭവിച്ചു പോകുന്നു. ടെറസ്ട്രിയൽ റേഡിയേഷൻ സംഭവിക്കുമ്പം അതിലെ 34% വീണ്ടും ഡസ്റ്റ് പാർട്ടിക്കിൾസും ക്ലൗഡ്സും അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ഈ സോളാർ എനർജിയെ. ബാക്കിയുള്ള 17% പോകുന്നുള്ളൂ. അപ്പം 48%, അതായത് 34 + 14 എന്നുള്ള 48%-ഉം സോളാർ എനർജി എവിടെ നിൽപ്പുണ്ട്? അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. പിന്നെ ബാലൻസിങ് പ്രോസസ്സ്, ഈ ഹീറ്റിനെ ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് ടെമ്പറേച്ചർ, നമ്മൾ അറിയാം എന്താണ് താപനില. നമ്മളിപ്പോൾ പനി വന്നാൽ ടെമ്പറേച്ചർ നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര ടെമ്പറേച്ചർ ഇത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ചൂടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് അന്തരീക്ഷത്തിലുള്ള ചൂടിനെ നമ്മൾ ഹോട്ട്നെസ് ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, അന്തരീക്ഷത്തിൻ്റെ ചൂടിൻ്റെ നില, ചൂടിൻ്റെ അവസ്ഥയാണ് ടെമ്പറേച്ചർ എന്ന് പറയുക. താപനില എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലുള്ള ചൂടിൻ്റെ അവസ്ഥ എത്ര ആണ്, അല്ലെങ്കിൽ നില എത്രത്തോളം ചൂടുണ്ട് എന്നുള്ളതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. It is from the weather condition at 2 p.m. that the meteorologist measure the maximum temperature of a day. മെട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ താപനില അളക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണലിനെ വിളിക്കുന്ന പേരാണ് മെട്രോളജിസ്റ്റ്. ഈ മെട്രോളജിസ്റ്റ് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ പറയാറുണ്ട്, നമുക്കിപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ നോക്കിയാൽ ഓരോ സമയത്തെ ചൂടറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മളോട് പറയും ഇന്ന ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനില ഇന്നതാണ്, ഏറ്റവും കുറഞ്ഞ താപനില ഇന്നതാണെന്നൊക്കെ. അപ്പം ഇന്നത്തെ ഏറ്റവും ഉയർന്ന താപനില ഇന്നതായിരുന്നു, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില ഇന്നതായിരുന്നു എന്നൊക്കെ ന്യൂസിൽ പറയുമ്പം ഇതൊക്കെ അന്വേഷിച്ച് പറയുന്ന ആരാണ്? മെട്രോളജിസ്റ്റ്. അതല്ലാതെ ഇപ്പം മെഷീൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നോക്കിയാൽ നമുക്കറിയാം ഓരോ സമയത്തും താപനിലയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്നാലും ഇതൊക്കെ കൃത്യമായിട്ട് അളന്നെടുക്കുന്നവരുടെ പേരാണ് മെട്രോളജിസ്റ്റുകൾ. അവരെന്താ ചെയ്യുക? ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനിലയും ഏറ്റവും മിനിമം ടെമ്പറേച്ചറും കണ്ടുപിടിക്കും. അപ്പം ഈ ഏറ്റവും ഉയർന്ന താപനില കണ്ടുപിടിക്കുന്ന ഒരു നിശ്ചിത സമയമുണ്ട്. നമുക്കൊക്കെ എപ്പോഴും ഭയങ്കര ചൂടെടുക്കുന്ന എപ്പോഴാണ്? ഉച്ച സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂട്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. 12 മണിക്കല്ല, തെറ്റിപ്പോകരുത്. 2 മണിക്കാണ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. ഈ 2 മണിക്കാണ് എന്ത് ചെയ്യുന്നത്? മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് മെട്രോളജിസ്റ്റ് അളന്നെടുത്ത് തിട്ടപ്പെടുത്തി ഫൈൻഡ് ഔട്ട് ചെയ്ത് മെഷർ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇനി മിനിമം ടെമ്പറേച്ചർ, അപ്പം സൂര്യൻ ഏറ്റവും ഉദിച്ച് വരുന്ന സമയം, അതായത് സൂര്യൻ ഉദിച്ച് വരുന്നതിന് തൊട്ട് മുമ്പത്തെ ടെമ്പറേച്ചർ എന്താണോ അതാണ് ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ 2 മണിക്ക് അളക്കുന്നത്, അതേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അളക്കുന്നതാണ് ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ. ആ ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അളക്കുന്ന ടെമ്പറേച്ചർ അപ്പോൾ കിട്ടുന്നതാണ് ഏറ്റവും
കുറഞ്ഞ താപനില, അതത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ടേംസും ഒരു 2 ഇക്വേഷനും കൂടെ ഉണ്ട്. അതായത് ഈ കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ പറയും ആവറേജ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഈ ദിവസത്തെ ഒരു ഏകദേശം ഇന്നതായിരുന്നു എന്നത്തെ, ഒരു കൂടിയതുമല്ല കുറഞ്ഞതുമല്ല, ഒരു ഇടത്തരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആവറേജ് ടെമ്പറേച്ചർ ഇന്നതായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന 2 ഇക്വേഷനുണ്ട്. ഇതൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കോൾഡ് ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതായത് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് മിനിമം ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ. ഇനി അവിടെ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ എന്താണെന്ന് പറയുന്നുണ്ട്. അതിനെയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്, അതായത് മൊത്തത്തിൽ ഒരിതുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു നടുക്കൊക്കെ വരുന്ന ഒരു ഫിഗറിനെയാണ് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. അപ്പം ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മൊത്തമുള്ള ഐറ്റം എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്പറിങ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്കിവിടെ എന്തൊക്കെയുണ്ട്, മാക്സിമം ടെമ്പറേച്ചർ അറിയാം, മിനിമം ടെമ്പറേച്ചർ അറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്ര ഐറ്റംസ് ഉള്ള 2ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ കിട്ടി. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില 2 മണിക്ക് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. കുറഞ്ഞ താപനില സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഡിറ്റർമൈൻ ചെയ്യും. മെട്രോളജിസ്റ്റുകളാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസമാണ് ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഒരു ദിവസത്തെ ഒരു ആവറേജ് താപനില അല്ലെ ആവറേജ് ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് ടെമ്പറേച്ചർ. ഈ ആവറേജ് ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്താണ്, ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ. ഇനി നമുക്ക് വരുന്നതാണ് എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് അളക്കുന്നത്, അതുപോലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാബ് ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും പഠിച്ച് വയ്ക്കുക. ഇനി പറയുന്ന തെർമോമീറ്റർ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി, തെർമൽ ഇക്വേറ്റർ, ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാം.